ചെറുപ്പക്കാരുടെ കൂടെ ഒക്കെ നമ്മളിങ്ങനെ നമ്മൾ വൃദ്ധന്മാരല്ലേ അല്ല അത് ഇതൊക്കെ ചെയ്യുന്ന എല്ലാവർക്കും വയസ്സായെന്ന് പറഞ്ഞ വിഷമമാണ്. പ്രായം കൊണ്ടും അതെ ഒരു കുറച്ചുകൂടെ ഒരു വന്നിട്ടുള്ളൊരു പക്വത അല്ല അത് ബാക്കിയുള്ള പറഞ്ഞാൽ മതി. പ്രായം നോക്കേ പ്രായത്തിന്റെ കാര്യം ഇത്രയുണ്ടെന്ന് നമുക്കറിയാം. പക്വത ഇനിയും വരാനുണ്ട് ഒരുപാട്. പിന്നെ ബസ്സിനകത്ത് ഞാൻ ബസ് സ്റ്റോപ്പിൽ നിൽക്കുമ്പോൾ ശോഭന ബസ്സിൽ വന്നിറങ്ങി അവിടെ നിൽക്കുന്നു, ഞാൻ കാണുന്നു, അങ്ങോട്ടും കാണുന്നു. ഇതിപ്പോൾ കുറേ പാട്ടൊക്കെ ആയിട്ട് വന്നിരിക്കുക. ആ പാട്ടൊന്നും വരത്തില്ലോ. കുറേ അടിപൊളി പാട്ടൊക്കെ ആയിട്ട് ഇപ്പോൾ വന്നിരിക്കുന്നത്. അതൊന്നും ആ പാട്ടൊന്നും സംഭവം ഒന്നും വരത്തില്ല. നീയാണോ കൊന്നേന്ന് ചോദിക്കുമ്പോ കൊന്നേനെ സൗകര്യത്തിന് കിട്ടിയില്ല അല്ലെങ്കിൽ കൊന്നേനെ. പെരുവഴിയമ്പലം അഭിനയിക്കുമ്പോൾ ഈ 17 വയസ്സാണ്. അന്നത്തെ ഫസ്റ്റ് പ്രീ ഡിഗ്രി, ഇന്നത്തെ പ്ലസ് വൺ. അന്ന് അഭിനയത്തെക്കുറിച്ചൊന്നും വലിയ ബോധമൊന്നും എനിക്കില്ല. എന്ന് വെച്ചാൽ ഇപ്പം ഒരുപാട് ബോധമുണ്ടെന്നല്ല പറഞ്ഞത്, ഒരു സോറി, അതല്ല. അന്ന് നമുക്ക് ഒട്ടുമില്ലായിരുന്നു വാസ്തവത്തിൽ. തമാശക്ക് ബ്ലസ്സി സാറിനോട് പറഞ്ഞു, സാറപ്പോൾ അന്ന് ഈ മറ്റേ മാഗസിൻ്റെ ആൾക്കാരൊക്കെ വരുന്ന സമയത്ത് ഞാൻ ബ്ലസ്സി സാറിനോട് പറഞ്ഞു, ഞാനിപ്പോൾ KP ഉമ്മറിനും TG രവിക്കും ശേഷം ഇനി ഞാനെന്ന് പറഞ്ഞിട്ടൊരു സാധനം കൊടുക്കാൻ പോണെന്ന് തമാശക്ക് പറഞ്ഞ പുള്ളി പറഞ്ഞു, എടാ ചതിച്ചേക്കരുത്, ഈ പടത്തിന് സസ്പെൻസാണ്, അത് മിണ്ടിപ്പോരുന്നിട്ട്. അത് ഞാൻ പറഞ്ഞു സാർ തമാശ പറഞ്ഞു. CB സാർ അവിടെ നിന്ന് എണീറ്റ് വന്നിട്ട് എനിക്കൊരു ഷെയ്ക്കാൻ്റെ തന്നെടുത്ത് എല്ലാവരും കൈയടിച്ചു. അത് വലിയൊരു സംഭവമല്ലേ അത്. അപ്പം എനിക്കപ്പോൾ നാഷണൽ അവാർഡ് കിട്ടിയ പോലെ സംഭവം CB മലയിലാണ് വന്ന് ഷെയ്ക്കാൻ്റെ വന്നേക്കണം. ഭയങ്കര ഹാപ്പിയായി. പിന്നെ ആര് ലൊക്കേഷനിൽ വന്നു കഴിഞ്ഞാലും അപ്പം തന്നെ മറ്റേ പയ്യനെ വിളിക്കും. നമസ്കാരം. മീഡിയോനോടൊപ്പം വിശാന്തേട്ടൻ, അശോകൻ ചേട്ടൻ, വിഷ്ണു ചേട്ടൻ, സ്വാഗതം. താങ്ക് യു. അത്ഭുത പുത്രന്മാരാണ്, അപൂർവ പുത്രന്മാരാണ് പുതിയ വിശേഷം. അത് അത്ഭുത പുത്രന്മാരും കൂടെയാണ്. അതും ശരിയാണ്, രണ്ടും ശരിയാണ്. എന്താണ്, എന്ത് അത്ഭുതമാണ് അപൂർവ പുത്രന്മാരിൽ കണ്ടത്? അല്ല, അത് കറക്റ്റ് സിനിമ കണ്ടാലേ പറയാൻ പറ്റത്തുള്ളൂ. അത്ഭുതങ്ങൾ അത്യാവശ്യം കുറച്ചൊക്കെ ഉണ്ട്. അത്ഭുതം, അതിശയങ്ങളും അത്ഭുതങ്ങളൊക്കെ ഉണ്ട്. അത് ഈ 2 പുത്രന്മാരാണ് അതിനകത്ത് അത്ഭുതങ്ങൾ ഇവിടെയൊക്കെ കാണിക്കുന്നത്. അതാ പോസ്റ്റർ ഒന്ന് ഡീകോഡ് ചെയ്യാൻ ശ്രമിച്ചാൽ ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ നമുക്ക് അതിനെ വായിക്കാം. അതേ ഇത് കണ്ട ക്രിഞ്ച് സോങ്ങിനകത്തും ചെറിയ രീതിയിൽ അത് നോട്ടീസ് ചെയ്തിരുന്നു അല്ലേ? ഒരു പൊടിക്ക് മീറ്റർ ഹൈ ആക്കി പിടിച്ചതാണോ? അതിലങ്ങനെയാണ്, അതുകൊണ്ടാണ് അതിന് ക്രിഞ്ച് സോങ് പേരും കൊടുത്തിരിക്കുന്നത്. അല്ല, സിനിമയുടെ മൊത്തം മൂഡ് അങ്ങനെ തന്നെയാണോ? ഏകദേശം അങ്ങനെയാണ്. ആ പാട്ടിന് വേണ്ടി ഒരു ഇച്ചിരി ഓവർ ദ ടോപ്പാണ്. സിനിമ മൊത്തം ഹ്യൂമറസാ. അയ്യോ അല്ല, ഇത്ര ഓപ്പൺ അല്ല സിനിമ. സിനിമ പക്ക ഒരു ഔട്ട് ആൻഡ് ഔട്ട് ഹ്യൂമറാണ് ഈ സിനിമയിൽ പറഞ്ഞു പോകുന്നത്. പാട്ട് അതിൻ്റെയും കൂടി ഒരു പടി മോഡൽ ചെയ്തിട്ടുണ്ട്. ലിറിക്സ് അതെ കുറച്ച് വളരെ ക്രിഞ്ചായിട്ട്. ഈ പുതിയ ജനറേഷന്റെ കൂടെ പല വേഷങ്ങളിലേക്ക് വരുന്നുണ്ട്. ഇവരുടെ കൂടെ ഇവർ ത്രൂ ഔട്ട് ഹ്യൂമർ വെച്ച് മലയാളികൾക്ക് ഒരു ഇംപ്രഷൻ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ടീം കൂടെയാണ്. അവരുടെ കൂടെ എത്തുമ്പോൾ ഒരു പ്രോസസ്സ് അല്ലെങ്കിൽ അതിന്റെ ഒരു ഫീൽ എന്തായിരുന്നു? ഇങ്ങനെയൊക്കെ ഓരോ വേഷം ചെയ്തൊക്കെയാണ് നിൽക്കുന്നത്. ഇങ്ങനെ വാസ്തവത്തിൽ ഇവരോടൊക്കെ എത്തിക്കട്ടെ. ഇങ്ങനെ ഓരോ വേലകളും സൂത്രങ്ങളൊക്കെ കാണിച്ച് നിൽക്കാൻ പറ്റുള്ളൂ സിനിമയിൽ. ഇതൊക്കെ ഓരോ വേലകളും സൂത്രങ്ങളാണ്. ഇതല്ല, അത് നമുക്ക് ഇങ്ങനെയൊക്കെയല്ലേ പിടിച്ചു നിൽക്കാൻ പറ്റത്തുള്ളൂ. ഈ ചെറുപ്പക്കാരുടെ കൂടെ ഒക്കെ നമ്മൾ ഈ വൃദ്ധന്മാരല്ലേ എല്ലാവർക്കും വയസ്സായെന്ന് പറഞ്ഞ വിഷമമാണ്. എല്ലാവർക്കും വയസ്സായി. സത്യത്തിൽ പറയാതിരിക്കാൻ പറ്റുന്നില്ലല്ലോ. വൃദ്ധന്മാരായെന്ന് പറയാതിരിക്കാൻ പറ്റുന്നില്ല. പക്ഷേ നമ്മൾ ചെറുപ്പക്കാരോടൊക്കെ ഇവരോടൊക്കെ കൂടിയുണ്ട്. ചെറുപ്പക്കാർ ഇവിടെ മാത്രം, ഇങ്ങോട്ടില്ല കേട്ടോ. ഇതുപോലൊക്കെ ഉള്ളവരുടെ കൂടുതലുണ്ട്. അല്ലെങ്കിൽ ചെറുപ്പക്കാരനെ വിഷമിക്കേണ്ട. അതുകൊണ്ട് ഞങ്ങൾക്കൊരു എനർജി ഉണ്ട്. നമ്മളതുപോലെ ചെറുപ്പക്കാരനാകുന്നു എന്നൊരു സന്തോഷം മനസ്സിൽ കൂടെ ഉണ്ട്. അതിന്റെ ചെറുപ്പം ഫീൽ ചെയ്യാണ്. അതെ, അതാണല്ലോ നമ്മുടെ ശക്തി. അതല്ലേ ഇവ നേരത്തെ പറഞ്ഞ പോലെ എല്ലാ കാലത്തും ഒരേപോലെ നിറഞ്ഞു നിൽക്കുന്ന ഒരു ആക്ടർ കൂടെയായിരുന്നു. ഇപ്പൊ നമ്മള് ജോക്കറിൽ കണ്ട സമയത്തുള്ള അതേ ഫീലാണ് എനിക്കിപ്പോൾ നേരിട്ട് കാണുമ്പോഴും ഉണ്ടാവണേ. ഈ പല കാലങ്ങളിലായിട്ടുള്ള മലയാള സിനിമയിൽ പല രീതിയിൽ കടന്നു പോകാണല്ലോ. പക്ഷെ ഇപ്പോഴുള്ള ഫേസിന് കുറച്ചും കൂടെ ഒരു ഡെപ്തും കൂടെ വരുന്നുണ്ട്. ഇപ്പൊ ലാസ്റ്റ് ഇറങ്ങിയ സിനിമകളിലെല്ലാം വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെടുന്നുണ്ട്. വലിയ ആഴമുള്ള കഥാപാത്രങ്ങൾ കിട്ടുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ആഫ്റ്റർ RDX അതൊരു വേറെ ഫേസ് ആയിരുന്നു. അതിനെങ്ങനെയാ സ്വീകരിക്കണേ? അതെ, അതിൽ ഒരുപാട് സന്തോഷമുണ്ട്. സിനിമ ഇത്രയും മാറി നിൽക്കുന്ന ഈ ഒരു സമയത്തും
സിനിമയിൽ ഉണ്ടല്ലോ എന്നുള്ളൊരു വലിയൊരു സന്തോഷമുണ്ട്. അതുകൊണ്ട് ഈ മാറ്റങ്ങളുടെ ഒരു ഭാഗമാകാൻ സാധിക്കുന്നു എന്നുള്ളത് വലിയൊരു സന്തോഷം തരുന്ന കാര്യമാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ ഇപ്പൊ കുറച്ചുകൂടെ ഒരു അതെ നല്ല ക്യാരക്ടേഴ്സ് ഒക്കെ ചെയ്യാൻ പറ്റുന്നുണ്ട്. അതിനുള്ളൊരു അതെ അന്ന് വന്ന സമയത്തൊരു എന്താ പറയാ മൊത്തത്തിലൊരു എൻ്റെ ഒരു പ്രായവും അതെ തീരെ ചെറുതായിരുന്നു, അതിൻ്റെ ഒരു പക്വതക്കുറവും എല്ലാം ഉണ്ടായിരുന്നു. ഇപ്പം കുറച്ചുകൂടെ ഒരു നമ്മളൊരു പ്രായം കൊണ്ടും അതെ ഒക്കെ ഒരു കുറച്ചുകൂടെ ഒരു വന്നിട്ടുള്ളൊരു പക്വത അല്ല അത് ബാക്കിയെല്ലാം പറഞ്ഞാൽ മതി. പ്രായം നോക്കേ ആ പ്രായത്തിലായാലും ഇത്രയുണ്ടെന്ന് നമുക്കറിയാം. പക്വത ഇനിയും വരാനുണ്ട് ഒരുപാട്. അപ്പൊ ഇനിയും നന്നാവാനുള്ള ചാൻസ് ഉണ്ടോ? ഞാൻ വിചാരിച്ചു ഇപ്പൊ പക്വത വന്നു ഞാൻ നന്നായി. ഇനി കുറെ കൂടെ കഴിയുമ്പോ ഇനിയും നന്നാവും. അത് നമ്മളൊക്കെ കൂടിയിരിക്കുമ്പോ ആ പക്വത ഉണ്ടാവും. മുന്നൊരു ഇന്റർവ്യൂല് ബിബിൻ ചേട്ടൻ അങ്ങനെ കട്ടപ്പനയിലൊരു റോളിന് ഒരു സീനിനെ പറ്റി പറയുന്നുണ്ട്. ഊഞ്ഞാലാടുന്ന സമയത്ത് പെട്ടെന്ന് ബോള് വന്നിട്ട് വീഴുന്നത് അതൊരു ഡയറക്ടറിന്റെ ടേക്കാന്ന് പറഞ്ഞിരുന്നു. പക്ഷെ അതിന്റെ അപ്പുറത്തേക്ക് അതിനകത്ത് നിങ്ങൾ കൊടുക്കുന്ന ഒരു റിയാക്ഷൻ ഉണ്ട്. ചേട്ടൻ്റെ കൂടെ ആ ഒരു കോമ്പിനേഷനിൽ വരുമ്പോഴും അവിടെ റിയാക്ഷൻ വർക്കാവുന്ന ഒരു സാഹചര്യം ഉണ്ടാവാറുണ്ട്. എല്ലാ സിനിമകളിലും നോട്ടീസ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. ഈ റിയാക്ഷനിൽ കോമഡി പിടിച്ചിരുത്തുക എന്ന് പറയുന്നത് ഭയങ്കര പ്രയാസമുള്ളൊരു പരിപാടിയല്ലേ? അതെങ്ങനെ ഇത്ര നാച്ചുറലായിട്ട് വരുന്നത്? അല്ല, അത് നമ്മൾ ആ സീൻ എഴുതുമ്പോൾ മുതൽ അങ്ങനെ തന്നെയാണ് അത് കൺസീവ് ചെയ്തിരുന്നത്. അപ്പം അതിൽ ഞങ്ങൾ ഷൂട്ട് ചെയ്യാനുള്ള ആ ഒരു സ്പേസ് സെറ്റായി കഴിഞ്ഞപ്പോഴാണ് നാദിഷ്ക പറയണത്. മറ്റേതെന്ന് പറഞ്ഞാൽ ഈ ഊഞ്ഞാലാടണേന്ന് പുള്ളി തന്നെ ഊർന്നു പോണതായിട്ടായിരുന്നു. അത് നമ്മൾ കാണിക്കുന്നില്ല. ഫ്രെയിമിലേക്ക് ഊഞ്ഞാൽ വരും, പുള്ളി ഇങ്ങനെ ഇടക്കിടക്ക് കാല് നീട്ടി വരുന്നു, പിന്നെ ഇടയ്ക്ക് ഊഞ്ഞാൽ മാത്രമായിട്ട് വരുന്നു, പിന്നെ പുള്ളി അവിടെ നിന്ന് നീട്ടി വരുമ്പോൾ നെറ്റിന്ന് ചോര വരുന്നുണ്ട്. ഇതായിരുന്നു പരിപാടി. പിന്നെ ആവശ്യമൊക്കെ പറഞ്ഞ് ഇടയ്ക്ക് ആ കളിക്കണ പിള്ളേരെ ഫുട്ബോളൊന്നും ഇങ്ങോട്ട് പോക്കോട്ടെ, അപ്പോൾ ബോൾ കൊണ്ട് വീണെന്നുള്ളൊരു സാധനം അതൊന്നും നമ്മൾ കാണിക്കുന്നില്ല. ബോളിൻ്റെ ഒരു പാസിങ് മാത്രം വിടാന്ന് പറഞ്ഞു. അങ്ങനെയാണ് അത് മേക്ക് ചെയ്യാം. പക്ഷെ നമ്മളിത് എഴുതുമ്പോൾ തുടങ്ങി അതിൻ്റെ ത്രൂ ഔട്ട് സാധനങ്ങൾ. ഇപ്പോൾ ഈ അത് കഴിഞ്ഞിട്ട് ഈ ഇവർ രണ്ടുപേരും മറ്റേ പെങ്കൊച്ചിനെ കാണാൻ പോണ കാര്യമൊക്കെ പറയുമ്പോൾ നീയും കൂടി വാ എന്ന് പറയുമ്പോൾ എനിക്ക് വരാൻ പറ്റുമെന്ന് പറഞ്ഞില്ല, എനിക്ക് ആശുപത്രി പോകേണ്ടി വരും, ചിലപ്പോൾ അഡ്മിറ്റ് ആവേണ്ടി വരും. അത് നിനക്ക് തന്നെ പറ്റിയത്. അല്ല, അത് ഞാൻ പറഞ്ഞ സ്ക്രിപ്റ്റിലുള്ളതാണ്, അങ്ങനെ തന്നെ പ്ലാൻ ചെയ്തേക്കണ. പുള്ളി ഇതൊന്നും ശ്രദ്ധിക്കല, പുള്ളിയുടെ ലോകം വേറെയാണ്. അതിന് നിനക്കെന്താ പറ്റിയത് അപ്പം ചോദിക്കുമ്പോഴാണ് നീ ഇത് കണ്ടില്ല പറ്റി എന്ന് ചോദിക്കണത്. ഈ കോമ്പിനേഷൻസ് ഇല്ലേ, ഇപ്പോൾ എനിക്ക് തോന്നുന്നു പല സിനിമകളിലും നിങ്ങളുടെ ഒരു കൂട്ടുകെട്ട് കൂടെ വർക്ക് ആവാറുണ്ട്. അത് പിന്നണിയിലാണെങ്കിലും ഓൺ സ്ക്രീനിലാണെങ്കിലും ഒരു കൂട്ടുകെട്ട് അല്ലെങ്കിൽ ഒരു ഫ്രണ്ട്ഷിപ്പ്, അങ്ങനെ ഒരു സേഫ് സോൺ അവിടെ വർക്ക് ആവുന്നുണ്ട്. ഈ ഒരു കൂട്ടുകെട്ടിനത് യാത്രയിൽ കൂടെ കൊണ്ടുപോകുകയാണല്ലോ, അതെങ്ങനെയാണ് സാധിക്കുന്നത്? അതും ഭയങ്കര രസമാണ്. ഇപ്പോൾ ബിബിനും ഞാനും ഈ സിനിമ ഒരുമിച്ച് ചെയ്യാൻ തീരുമാനിക്കുന്നിടത്ത് തന്നെ അങ്ങനെ ഒരു ഇതിപ്പോൾ വേറൊരു ആക്ടറാണെങ്കിൽ നമുക്ക് പരിചയമില്ലാത്ത ഒരാളാണെങ്കിൽ അവിടെ ചെന്നിട്ട് പിന്നെ എങ്ങനെ ആവും, അതാ ഒരു കെമിസ്ട്രി വർക്ക് ആവുമോ എന്നൊക്കെ നമുക്ക് പിന്നീട് കണ്ടറിയേണ്ട കാര്യങ്ങളാണ്. പക്ഷെ ഇത് ഞങ്ങൾ ഓൾറെഡി ബിബിന് ഞാനും എന്ന് പറയുമ്പോൾ നമുക്കൊരു കംഫർട്ട് സോൺ ഉറപ്പായിട്ടും അവിടെ ഉണ്ട്. പിന്നീട് ബാക്കിയുള്ള ആൾക്കാരാണ്. പക്ഷെ ദൈവം സഹായിച്ച് ഇവരൊക്കെയാണ് കൂടെ. അപ്പോൾ അശോചനൊക്കെ ആയിട്ട് അല്ലേ കണ്ടപ്പോൾ തന്നെ ഞങ്ങൾ ജെല്ലായി. ഞങ്ങളിരുന്ന് പഴയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചോദിച്ച് അറിയില്ലായിരുന്നു നമുക്ക്. അതെ, ഇപ്പം നമ്മൾ എക്കാലത്തെയും ക്ലാസിക് എന്ന് പറയുന്ന പടമാണ് യവനിക. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സിനിമകളിലും. അപ്പോൾ യവനികയിലെ അതിൻ്റെ എക്സ്പീരിയൻസൊക്കെ നമ്മൾ ആരോടെ വേറെ ചോദിക്കുക? അശോകനോട് ചോദിക്കുമ്പോൾ അന്നത്തെ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറയുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു നമുക്ക് എന്താണ് ആ ഫീൽ എന്ന് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അപ്പം അശോകൻ ചേട്ടനെന്ന് പടം കാണുമ്പോൾ നമുക്ക് അത്രയും ടെറർ, അതിലേറ്റവും എന്താ പറയുക മറ്റേ ഇയാളെക്കാളും വലിയ വില്ലനാണ് ശരിക്കും പറഞ്ഞ ചേട്ടൻ്റെ ക്യാരക്ടർ അല്ലേ? മറ്റേ അതിനകത്ത് ഹീറോയും എല്ലാം ഗോപിച്ചേട്ടാ. അതെ, അല്ല ആറ്റിറ്റ്യൂഡ് വൈസ് അശോകൻ്റെ ക്യാരക്ടർ പറയണ നീയാണോ കൊന്നേന്ന് ചോദിക്കുമ്പോൾ കൊന്നേനെ അല്ലേ, സൗകര്യത്തിന് കിട്ടിയില്ല അല്ലെങ്കിൽ കൊന്നേനെ. അങ്ങനെ തക്ക് പറയണ ക്യാരക്ടർ. ഈ ചെറുപ്പത്തിൽ അഭിനയിച്ച ഇപ്പൊ നേരത്തെ പറഞ്ഞ യവനിക തുടങ്ങിയിട്ടുള്ള ഒരുപാട് ഇപ്പം ആദ്യം പെരുവഴി അമ്പലത്തിൽ തുടങ്ങിയിട്ട് വന്നിട്ടുള്ള ക്യാരക്ടേഴ്സിലൊക്കെ ഭയങ്കര ഇന്റേണൽ കോൺഫ്ലിക്റ്റ് ഉണ്ട്. ഒരു കുട്ടിയായിട്ടാണ് വരുന്നത്. എനിക്കൊരു 15 വയസ്സാണ് പെരുവഴി അമ്പലത്തിലെ ക്യാരക്ടറിൽ. ആ ഒരു ക്യാരക്ടറിനെ ലൈക്ക് ഒരു ബോയ് ആണല്ലോ, അത്രയും ഇന്റേണൽ കോൺഫ്ലിക്റ്റുകളെ റിഫ്ലക്ട് ചെയ്ത് കൊണ്ടുപോകണം, സ്ക്രീനിൽ ഇങ്ങനെ ആയിരിക്കണം എന്നുള്ള ഒരു ജഡ്ജ്മെന്റ് എങ്ങനെ അത് ലേൺ ചെയ്യുന്നത്? അപ്പോൾ ഇപ്പം ഞാൻ വളരെ വൃദ്ധനായെന്നാണോ പറയുന്നതിൻ്റെ അർത്ഥം? അല്ല, അതങ്ങനെയല്ലേ ഉദ്ദേശിച്ചത് അല്ലേ?
അന്ന് അല്ല, അന്ന് 15-കാരൻ്റെ ബുദ്ധിമുട്ടിക്കരുത്. ഈ ഇത്രയും വയസ്സനായിട്ടും അതൊക്കെ ഓർക്കുന്നുണ്ടോ? എങ്ങനെയായിരുന്നു ഓർക്കുന്നുണ്ടോ? ഈ വയ്യായ്മയൊക്കെ ഉണ്ടായിട്ടും അത് അങ്ങനെ അന്നൊക്കെ കുട്ടിയായിരുന്നപ്പോൾ ആരോഗ്യം ഉണ്ടായിരുന്നല്ലോ നോക്കിയാൽ അല്ലല്ലല്ല. ഇപ്പൊ പെട്ടെന്നൊരു ക്യാമറയുടെ മുന്നിലേക്ക് വരികയാണല്ലോ, അപ്പം ഇത്രയും ഡീപ്പായിട്ടുള്ള ഒരു ക്യാരക്ടറിനെ ഇന്ന രീതിയിലാണ് റിഫ്ലക്ട് ചെയ്യേണ്ടതെന്നുള്ള ഒരു ഇന്റേണൽ പ്രോസസ് ഉണ്ട്. അന്ന് അങ്ങനെയുള്ള ചിന്തകളൊന്നും എനിക്കില്ലായിരുന്നു വാസ്തവത്തിൽ. പെരുവഴിയമ്പലം അഭിനയിക്കുമ്പോൾ ഈ 17 വയസ്സാണ്. അന്നത്തെ ഫസ്റ്റ് പ്രീ ഡിഗ്രി, ഇന്നത്തെ പ്ലസ് വൺ. അന്ന് അഭിനയത്തെക്കുറിച്ചൊന്നും വലിയ ബോധമൊന്നും എനിക്കില്ല. എന്ന് വെച്ചാൽ ഇപ്പം ഒരുപാട് ബോധമുണ്ടെന്നല്ല പറഞ്ഞത്, ഒരു സോറി, അതല്ല. അന്ന് നമുക്ക് ഒട്ടുമില്ലായിരുന്നു വാസ്തവത്തിൽ. സിനിമയൊക്കെ കാണുമ്പോൾ നമ്മൾ ഈ പാട്ട് പഠിക്കാൻ പാട്ടുകാരനായിരുന്നുള്ള ഒരു രീതി നടക്കുമായിരുന്നു. അപ്പോൾ ആദ്യമായിട്ട് എടുത്ത ഷോട്ട് തന്നെ എനിക്ക് സിനിമയെക്കുറിച്ച് നമുക്ക് ഒരു ധാരണയില്ല, എങ്ങനെ അഭിനയിക്കണമെന്നോ എന്താണ്. ക്യാമറയൊക്കെ അന്നത്തെ സിനിമാ മാസികളിലൊക്കെ ഇങ്ങനെ ക്യാമറ പടവ് കൊടുത്ത് മദരാശിയിൽ ഇന്ന സിനിമ ഷൂട്ടിങ് നടക്കുന്നു, ഇതൊക്കെ നമ്മൾ കാണാൻ പഠിക്കാൻ. അത് പഠിക്കുന്ന പുസ്തകത്തിൽ വെച്ച് നോക്കില്ല, ഇതാ വായിക്കുന്ന ഒഴുക്കെ. ഇത്ര സിനിമ മദ്രാസിൽ ഫ്ലോറിൽ നടക്കുന്നു, ABM ഇത്ര പടം, മറ്റൊരു പടം പ്രേം നസീർ, സത്യൻ, മധു, ഉമ്മർ എന്നൊക്കെ ഇതൊക്കെയാണ് നമ്മുടെ ചിന്ത മുഴിക്കുന്നത്. ഇതാ പഠിച്ചതിനെ മുഴിക്കുക. അപ്പം അതൊക്കെ വലിയ ഇഷ്ടമാണ്. അങ്ങനെ എല്ലാ സിനിമാ ന്യൂസുകളും എനിക്കറിയാം. പാട്ട്, ഗായകരെ, യേശുദാസ്, ജയചന്ദ്രൻ, സുശീല, ജാനകി എന്നൊക്കെ പറഞ്ഞു അങ്ങനെ പറയും. ഇതൊക്കെയാണ് ജോലി. ടെക്നിക്കൽ സൈഡ് ക്യാമറാമാന്മാരെ കുറിച്ചറിയാം, സംവിധായകരെല്ലാം അറിയാമെന്ന്. ഇതൊക്കെയുള്ള അറിയാമെന്ന്. പക്ഷേ ആദ്യം സിനിമയിൽ അഭിനയിച്ചപ്പോൾ ഇതൊന്നും ഇല്ല. ഫസ്റ്റ് ഷോട്ട് ഒരു വൈകുന്നേരം സന്ധ്യ സമയത്താണ്. ഞാൻ ഭരത് ഗോപിച്ചേട്ടൻ്റെ കൂടെ, പുള്ളിയെ എന്നെ ഒളിച്ച് താമസിപ്പിക്കുന്ന പുള്ളിയുടെ ഒരു ചായക്കടയും വീടും ഉള്ള ഒരു സ്ഥലത്തേക്ക് എന്നെ കൊണ്ടുപോകുന്നതാണ്. ഞാൻ പുറകെ നടക്കുന്നു. പുള്ളി ചായക്കടയിലേക്ക് കയറുന്നു, തിരിഞ്ഞു നോക്കി വാടാ എന്ന് വിളിക്കുന്നു. അപ്പോൾ ഞാനകത്ത് കയറി അവിടെ ഇരിക്കുന്നതാണ് ഫസ്റ്റ് ഷോട്ട്. അപ്പോൾ ഇതിനകത്ത് ആദ്യം എടുക്കുമ്പോൾ ഇങ്ങനെ ക്യാമറ പുറകിലാണ് വെക്കുന്നത്. അപ്പോൾ ഒരു സജഷൻ മാതിരിയാണ്. അപ്പോൾ രാജേട്ടൻ ക്യാമറമാനും അപ്പം നടന്ന് കുറേ ആ ഷോട്ട് കഴിയുമ്പോൾ കട്ടെന്ന് പറയപ്പം. അപ്പോൾ ഞാൻ ഈ കട്ടെന്ന് പറയാൻ ഞാൻ വെട്ടിത്തിരിഞ്ഞ് നോക്കുന്നുണ്ട്, പേടിയാണ് എനിക്ക്. നമ്മൾ സിനിമ മാസികത്തിൽ കട്ടെന്നൊക്കെ ഇങ്ങനെ കഴിക്കുമ്പോൾ ഇവർ പറഞ്ഞ് ഞാൻ ഉദ്ദേശിച്ചത് കട്ടെന്ന് പറഞ്ഞാൽ അത് ശരിയായില്ല, അത് ഓക്കെ ആയില്ല എന്നുള്ള രീതിയാണ് എൻ്റെ കട്ട് പറയുമ്പോൾ. 2-3 പ്രാവശ്യം ഷോട്ടിങ്ങിൽ എടുത്തപ്പം അപ്പോൾ കട്ടെന്ന് പറഞ്ഞ് തിരിഞ്ഞു നോക്കരുത്, അതേപോലെ ആക്ഷൻ അതുപോലെ കണ്ടിന്യൂ ചെയ്യണം, ഞങ്ങളിവിടെ ആ ഷോട്ടിൽ മുറിക്കുന്നതിനാണ് പറയുന്നതൊക്കെ എന്നോട് പറഞ്ഞു. അപ്പോഴാണ് ഈ കട്ടെന്ന് പറഞ്ഞ് ഇങ്ങനൊന്നും അല്ല അർത്ഥം നമ്മൾ മനസ്സിലാക്കുന്നത്. പിന്നെ ഈ നമ്മളത് തെറ്റിച്ചാന്നുള്ള രീതിയാണ് ഞാനിരുന്നത്. പിന്നെ ഈ ക്ലോസപ്പ്, സജഷൻ, മറ്റേ മറിച്ചെന്നൊക്കെ നമ്മൾ ഇതിനൊക്കെ പറയുന്ന നമുക്ക് എല്ലാം അറിയാം. പറഞ്ഞു തന്നങ്ങ് എങ്ങനെയൊക്കെയോ ചെയ്ത് ഓക്കെ ആയി വാസ്തവത്തിൽ. അപ്പോൾ ഈ ഗോപിച്ചേട്ടൻ അന്നുകൊണ്ട് വിളിച്ചിരുത്തിയത് ശരിക്കും മലയാള സിനിമയിലേക്കാണ്. തീർച്ചയായും അത് കറക്റ്റാണ്. മലയാള അതൊരു വലിയൊരു പോയിന്റാണ് ആ പറഞ്ഞത്. ഒരുപാട് സിനിമകൾ അതേപോലെ ലെജൻഡറി. പിന്നെ ഗോപിച്ചേട്ടനോട് പിന്നെ അഭിനയിക്കുക, പിന്നെ യവനിക മകനായിട്ട് അഭിനയിച്ചു. പിന്നെ പല പടങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ യവനിക പിന്നെ എല്ലാ അന്നത്തെ അതെ അനന്തരം അകത്ത് മമ്മൂട്ടിയും ഞാനും ശോഭനയും മോണോലോഗിലൂടെയാണല്ലോ പോകുന്നത്. കഥയുടെ ഒരു യാത്ര പോകുന്നതും ആ പയ്യന്റെ പെർസ്പെക്റ്റീവിൽ ആ മോണോലോഗിലൂടെ സഞ്ചരിച്ചു പോവാണ്. അതെ ചിത്രീകരിക്കുന്ന സമയത്ത് അപ്പൊ ഈ ഒരു ഐഡിയ വരുമോ? കാരണം അത് കംപ്ലീറ്റ്ലി ഡബിങ്ങിലും കൂടെയല്ലേ വരുന്നത്. അല്ല, മോണോലോഗ്സ് അന്ന് ഷൂട്ട് ചെയ്തപ്പോൾ ഇത് മോണോലോഗ്സ് ഒന്നും എനിക്ക് അറിയില്ലായിരുന്നു. അത് പിന്നെ പുള്ളി പിന്നെ എന്താ ചെയ്യുന്നതെന്നും ഇദ്ദേഹം ആരോടും പറയില്ലല്ലോ, നമ്മൾ ചോദിച്ചാലും പറയില്ല. അത് സ്ക്രിപ്റ്റിൻ്റെ സീൻ ആ സമയത്ത് മാത്രമേ തരത്തുള്ളൂ, ഒരു ഡയലോഗും കാര്യങ്ങളും. ഇപ്പം ഒന്നും മുൻകൂട്ടി നമുക്കൊരു സീനൊക്കെ വെച്ചാൽ നമുക്ക് കിട്ടുമല്ലോ, കഥകൾ, അതിൻ്റെ സീനുകളൊക്കെ ഒന്ന് വായിക്കാൻ പറഞ്ഞാൽ നമ്മളിപ്പോഴത്തെ എല്ലാം തരും, പുള്ളി തരില്ല. ആ സമയത്ത് ഷോട്ടെടുക്കുന്ന സമയത്ത് തൊട്ട് മുമ്പ് നമ്മൾ അദ്ദേഹത്തിൻ്റെ കൈ ഇരുന്നുകൊണ്ട് തന്നെ വായിക്കും. അല്ലാതെ ഒരു കോപ്പി എടുത്ത് നോക്കിയോ പഠിച്ചോ അത് പറയില്ല. അവിടെ വെച്ച് അപ്പോഴേ വരുള്ളൂ. അന്ന് പക്ഷേ ഈ മോണോലോഗ്സ് ഒന്നും എനിക്കറിയില്ലായിരുന്നു. പിന്നെ ബസ്സിനകത്ത് ഞാനൊരു ബസ് സ്റ്റോപ്പിൽ ഇപ്പോൾ ശോഭന ബസ്സിൽ വന്നിറങ്ങി അവിടെ നിൽക്കുന്നു, ഞാൻ കാണുന്നു, അങ്ങോട്ടും കാണുന്നു. ഇതിപ്പോൾ കുറേ പാട്ടൊക്കെ ആയിട്ട് വന്നിരിക്കുക. ആ പാട്ടൊന്നും വരത്തില്ലോ, കുറേ അടിപൊളി പാട്ടൊക്കെ ആയിട്ട് ഇപ്പോൾ വന്നിരിക്കുന്നത്. അതൊന്നും ആ പാട്ടും സംഭവമൊന്നും വരത്തില്ല. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഇതെല്ലാം ഈ 2-3 ടൈപ്പിലുള്ള പടങ്ങളിൽ നമുക്ക് അഭിനയിക്കാൻ സാധിച്ചു. എല്ലാ എൻഡിലുള്ള സിനിമകളിലേക്ക് അങ്ങനെ ഒരു 2-3 റേഞ്ചുകളിൽ പോകാനുള്ള ഒരു എന്താ പറഞ്ഞ ഒരു ഭാഗ്യമുണ്ടായി. അശോകന്റെ കൂടെ ഇങ്ങനെ ഇരിക്കാനുള്ള ഭാഗ്യം സത്യം. നമുക്ക് പുതിയ തലമുറയായിട്ട് ഇരിക്കാനുള്ള ഭാഗ്യമാണ് എനിക്കുണ്ടായിരിക്കുന്നത്. പിന്നീട് ഇതുവരെ ഇപ്പം എല്ലാം അഭിനയിക്കുന്ന പുതിയ ആൾക്കാരുടെ കൂടെ. ഇവർ പുതിയ ഒന്നല്ല, നേരത്തെ വന്നവരാണ് 2 പേരും തന്നെ. എന്നാലും ശരി, നമ്മളെക്കാട്ടിൽ കുറച്ചുകൂടി പ്രായം കുറവുണ്ട്. ഒരു 25, എനിക്കൊരു 30-35 വയസ്സും വ്യത്യാസമേ ഉള്ളൂ. അങ്ങനെ ഇരിക്കട്ടെ, അവിടെ ഇരിക്കട്ടെ.
മാറ്റണ്ട. ഇപ്പൊ പറഞ്ഞത് കുറച്ചുകൂടെ വിഭിന്നമായിട്ട് വരുമ്പോൾ കുറച്ചുകൂടെ പ്രഡിക്റ്റബിലിറ്റി ബ്രേക്ക് ചെയ്യാൻ പറ്റാതെ നിന്നൊരു പോയിന്റ് നിശാന്ത് സാഗർ എന്ന് പറഞ്ഞ നടന്റെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടല്ലോ. പെട്ടെന്ന് ഇപ്പൊ ഒരുപക്ഷെ ജോക്കറും തിളക്കവും ഒക്കെ കണ്ടിട്ട് നമ്മുടെ ഉള്ളില് ഒരു വില്ലൻ ഭാവം വന്ന് അത് പിന്നീട് സിനിമകൾ വരുന്നതിൽ ബാധിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരു സ്റ്റാഗ്നന്റ് പോയിന്റ് ലൈഫിൽ വന്നിട്ടുണ്ടോ, ലൈക് ബിക്കോസ് ഓഫ് ഈ വില്ലൻ വേഷങ്ങൾ കാരണം? പിന്നീട് ചിലപ്പം അതെനിക്ക് റിയലൈസ് ചെയ്തത് ഒരിക്കലും ഒരു സംവിധായകൻ എൻ്റെ അടുത്ത് ഒരു വളരെ നല്ല രീതിയിൽ ഹിറ്റായ ഒരു പടം, അപ്പൊ അതിൽ നിന്നെ ആയിരുന്നു ഞാൻ അതിലെ ആ ഒരു വില്ലൻ ക്യാരക്ടർ കണ്ടിരുന്നത്. പക്ഷെ നിശാന്ത് വന്നാൽ അത് ആദ്യം ആളുകൾക്ക് മനസ്സിലാവുന്നില്ല, അതുകൊണ്ടാണ് വിളിക്കാണ്ടിരുന്നത്. അപ്പോഴാണ് ഞാൻ അങ്ങനെ ഒരു സംഭവം ഇതിൻ്റെ അകത്തുണ്ടല്ലേ നമ്മള് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള, അല്ലെങ്കിൽ ഒരുപാട് അങ്ങനെ. പിന്നെ ഇതൊന്നും നമുക്കും അങ്ങനെ അങ്ങ് ശ്രദ്ധിക്കാനും എന്താ പറയാ, അതെ സിനിമയിൽ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഏതെങ്കിലും ഒരു പടത്തിൽ വില്ലനായിട്ട് അഭിനയിച്ചു കഴിഞ്ഞാൽ പിന്നെ എല്ലാത്തിനും പിന്നെ സിനിമയുടെ ഒരു കുഴപ്പമാണത്. പറഞ്ഞിട്ട് അങ്ങനെയാണ് സാറിന് ഒരു സീൻ ഒരു കോമഡി എന്ന് പറഞ്ഞൊരു സംഭവം പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത എല്ലാത്തിനും അതേപോലെ സംഭവം ഉണ്ടാക്കി നോക്കും. പിന്നീട് 5 പേര് പടം ഇറങ്ങി കഴിഞ്ഞാൽ ബാക്കി ആ പടം കഷ്ടകാലത്ത് ഹിറ്റായ അടുത്ത ഒരു 10 പടം ഇതേപോലത്തെ ടീമിനെ വെച്ചിറങ്ങും. ഇപ്പോഴത്തെ സിനിമയിൽ അതിനൊരു ബ്രേക്ക് വരുന്നു. അല്ല, ഇപ്പോൾ ഒരുപാട് വ്യത്യാസമുണ്ട് തീർച്ചയായിട്ടും. പിന്നെ നല്ല വ്യത്യാസം. അതുകൊണ്ട് തന്നെ ആ പണ്ട് വില്ലൻ ചെയ്തവരെ മാറ്റി വേറെ രീതിയിൽ എങ്ങനെ പ്രസന്റ് ചെയ്താൽ എങ്ങനെ ഇരിക്കും, ഇവരെയൊക്കെ നേരെ ഓപ്പോസിറ്റ് പരിപാടികൾ കൊണ്ട് അങ്ങനെ ചിന്തിക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ ഒരു സുഖം നമുക്കും അഭിനയിക്കുമ്പോൾ നല്ല ക്യാരക്ടേഴ്സ് ഇപ്പൊ കിട്ടുന്നുണ്ട്. അല്ല, അത് നല്ല ഈ ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ട് അറിയാവുന്ന സ്ക്രിപ്റ്റ് റൈറ്റേഴ്സും ഡയറക്ടേഴ്സും ഒക്കെ ആ ഒരു ഡിഫറൻസ് കൊടുക്കാൻ പറ്റുള്ളൂ. അങ്ങനെയുള്ളവർ ചെയ്യുന്നത്. അപ്പോൾ ഒരാളെ കണ്ടാൽ എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്നുള്ളത് ഒരു ഡയറക്ടർക്കും നല്ല സ്ക്രിപ്റ്റ് റൈറ്റർക്കും അറിയാൻ പറ്റും, സിനിമയായിട്ട് ബന്ധപ്പെടുന്ന പറഞ്ഞു. അങ്ങനെയുള്ളവർക്ക് കറക്റ്റായിട്ട് ആ റേഞ്ചിൽ തന്നെ കൊണ്ടുപോകാൻ പറ്റും. അല്ല, ഇങ്ങനെ ആ ഒരു ഇമേജ് ബ്രേക്ക് ചെയ്യല് എല്ലാ കാലത്തും ഉണ്ട്. അതെ, വളരെ ഗൗരവമുള്ള ക്യാരക്ടേഴ്സ് ചെയ്തുകൊണ്ടിരുന്ന ജനാർദ്ദൻ സാറിനെ പിടിച്ചിട്ട് ഹ്യൂമറാക്കി കൊച്ചിൻ ഹനീഫ് നേരെ തിരിച്ചു. ഇവര് രണ്ടുപേരും ഭയങ്കര വില്ലന്മാരായിട്ട് അഭിനയിച്ച മുമ്പ് 70-80കളിലൊക്കെ ആദ്യമൊക്കെ. പിന്നീട് കംപ്ലീറ്റ് ഹ്യൂമറായി ഇവർ, കൊടൂര വില്ലന്മാര്. പിന്നെ അതേപോലെ തിരിച്ചുകൊണ്ട് സലീം കുമാർ ഏട്ടനെ ഒരു ഹ്യൂമർ ഭാഗത്ത് നിന്ന് മാറി സുരാജ് ഏട്ടൻ ഇപ്പം ഇവരൊക്കെ ഈ പറഞ്ഞ ഇവർ രണ്ടുപേരൊക്കെ പിന്നെ നല്ലവന്മാരെ, കൊള്ളാവുന്നവരെ, നന്മയുള്ളവരായി. ഇതുപോലെ ചിരിച്ച് മഹാപന്നന്മാരായ ആൾക്കാരും ഉണ്ട്, വഴിതെറ്റിപ്പോയവരുണ്ട്. ഇല്ലേ, ഇപ്പൊ നേരത്തെ ഞാൻ മെൻഷൻ ചെയ്തല്ലോ ജോക്കർ എന്ന് പറയുന്ന സിനിമ, സുധീർ മിശ്ര. അതെ, ആളുടെ അതൊരു പെർഫോമർ കൂടെയാണല്ലോ. ഇപ്പം ഒരു സർക്കസ് വേദിയിൽ ആളുടെ ശരീരം കൊണ്ട് ത്രൂ ഔട്ട് അതിനകത്ത് ഇമ്പാക്ട് കൊടുക്കേണ്ട ഒരാൾ കൂടെയാണ്. ആളുടെ ബോഡി അതിനനുസരിച്ച് ഫ്ലെക്സിബിൾ ആണ്, ആളുടെ മൂവ്മെന്റ്സ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അത് ആ ഇറങ്ങിയ സമയത്ത് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഓളം കൂടെ ഉണ്ട്. അത്തരം ഡാൻസ് മൂവ്മെന്റ്സ് ഒക്കെ ഭയങ്കര ഫ്രഷ് ആയിരുന്നു. അതിൻ്റെ ഒരു എക്സ്പീരിയൻസ്. അതെ, അത് ഭയങ്കര സന്തോഷം നൽകിയൊരു കാര്യമാണ്. ഞാൻ ഓർക്കുന്നുണ്ട് ആ സമയത്ത് ഇറങ്ങിയൊരു പോസ്റ്റർ, ഈ എന്താ പറയാ, മലയാളത്തിൽ അല്ല ഹിന്ദിയിലെയും തമിഴിലെയും യുവതരംഗം മലയാളത്തിൽ മലയടിക്കുന്നു എന്നൊക്കെ പറഞ്ഞു. കാരണം ഞാൻ ബോഡിയൊക്കെ കാണിച്ചിട്ടാണ് ഞാനിങ്ങനെ നിൽക്കുന്നു, ആ ഒരു സാധനം ഇവിടെയും വരുവാണ് എന്നൊക്കെ ഉള്ളൊരു അവർക്കൊരു ഭീഷണി കൊടുത്തു. അതെ, പുതിയൊരു ആളത് വരുന്നുണ്ടെന്നുണ്ട്. പക്ഷെ ആ ഒരു ഭീഷണി അങ്ങോട്ട് കൊടുക്കാനേ പറ്റും. ജോക്കർ പക്ഷെ അത് തീർച്ചയായിട്ടും നല്ല എടുത്ത് പറയേണ്ട, തീർച്ചയായിട്ടും. അയ്യോ, അതെ അതെ, ഒരുപാട് ക്യാരക്ടറാണ്, നല്ല പവർഫുൾ ക്യാരക്ടർ. അതെ അതെ, ഒരു മലയാളം. അതൊരു പരിശീലനം ഉണ്ടായിരുന്നോ? അയ്യോ അതെ, സാറ് എന്താ പറയാ, ഒരു സർക്കസ് ഒരു സർക്കസിലൊരു ഒരു ആർട്ടിസ്റ്റ് ഒരു മാസത്തോളം തൊടുപുഴ എൻ്റെ നാട്ടിൽ വന്ന് നിൽക്കുകയും ഒന്നുമില്ല, പുള്ളിയുടെ കൂടെയൊക്കെ ആ ചെറിയ ചെറിയ നമ്പറുകളൊക്കെ. പക്ഷെ അതന്ന് സിനിമയിൽ ഞാൻ അങ്ങനെ ഒരുപാട് നമ്പറുകളൊന്നും കാണിക്കുന്നില്ല. പക്ഷെ അയാളായിട്ടുള്ള സഹവാസമൊക്കെ ഒരുപാട് ഗുണം ചെയ്തു. പിന്നെ ഈ പറഞ്ഞ പോലെ അതെ, സാറിൻ്റെ കൂടെ സാർ ആ കഥാപാത്രത്തിനെ വളരെ കൃത്യമായി പറഞ്ഞു തരികയും, സത്യം പറഞ്ഞ സാർ അഭിനയിച്ച് കാണിച്ചത് നോക്കി ഞാൻ അതുപോലെ അങ്ങ് അഭിനയിച്ചു എന്നേ ഉള്ളൂ. അതിൽ എൻ്റെതായിട്ടുള്ള യാതൊരു
സാറ് പറഞ്ഞു തന്ന അതേപോലെ ഞാൻ അഭിനയിച്ചിരുന്നെങ്കിൽ അത് ഏറ്റവും സൂപ്പർ ആയിരുന്നു. അതൊരു ശ്രമം നടത്തിയതാണ്. അല്ല, അത് സഹായം ഉണ്ടാക്കില്ല. നമ്മുടേതായ ഒരു ടാലന്റ് ഉള്ളിൽ ഇല്ലാതെ ഒരിക്കലും അത് ശരിയാവില്ല. പിന്നെ അല്ലേ, അവർ പറഞ്ഞു തരുന്നല്ലോ, ഓക്കെ, അത് നമുക്ക് ചെയ്യാൻ കൂടുതൽ സാധിക്കുമായിരിക്കും. പക്ഷെ നമ്മുടേതായ ഒരു സംഭവനത്തില്ലാതെ ഒരു ആക്ടറും പുള്ളി വെറുതെ എളിമാക്കി ഇച്ചതാ. ഞാൻ ഒരു നന്മമരമായതാ. അതിനകത്തൊരു സീനുണ്ട്. അതായത് സർക്കസ് കണ്ടുകൊണ്ട് നിൽക്കുന്നു, അപ്പൊ വായില് സിഗരറ്റ് വെച്ച്, അപ്പൊ ഈ സിഗരറ്റ് കത്തിച്ചുകൊണ്ട് ഒരു സ്പോട്ടിലേക്ക് നോക്കണം ഞാൻ. അതായത് അവിടെ ഒരു കാര്യം നടന്നുകൊണ്ടിരിക്കുന്നത്, അതിങ്ങനെ നോക്കുന്നതിന് വരെ സിഗരറ്റ് വായിലുണ്ട്. ഈ നോട്ടവും കത്തിക്കലും ഒരുമിച്ചായിരിക്കണം, കത്തണം അവിടെ. അതായത് ഇങ്ങനെ, അതായത് അപ്പോഴേക്ക് സിഗരറ്റ് കത്തിയിരിക്കണം, എന്റെ ലുക്ക് അവിടെ എത്തിയിരിക്കണം. ഇത് ലുക്ക് പോകും, പിന്നെ ഇത് വരും, ഇത് ആകട്ടെ. സാറ് വളരെ കൂടുതൽ ഇത്രയേ ഉള്ളൂ, ഇത് കണ്ടില്ല, ഓക്കെ. അതങ്ങാണ്ട് 10-35 ഡേക്കോ ആദ്യമായിട്ടൊക്കെ എല്ലാവർക്കും ഇതൊക്കെ ഉണ്ടാവും. അതെ, ആ ഒരു ശ്രമം. അതെ, അതും അതെ, ഞാൻ പറഞ്ഞു വന്നു. സാർ അത്ര നന്നായിട്ട് ആ കഥാപാത്രത്തിനെ നമുക്ക്, പുള്ളി ഇങ്ങനെയാണ്. അതെ, ഈ ട്രെയിൻ ചെയ്യാൻ വന്ന പുള്ളി കത്തിയെറിയണൊക്കെയാണ്. കത്തിയെറിയുന്നതല്ല, പുള്ളി ചെറിയ ചെറിയ നമ്പറുകളൊക്കെ, വളരെ ചെറിയ ചെറിയ നമ്പറുകളും ഇങ്ങനെ ഓരോന്ന് കറക്കി പിടിക്കാനും. പക്ഷെ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഞാൻ ആ പടത്തില് ചെയ്യുന്നില്ല. ഡാൻസ് മൂവ്മെന്റ്സ് അല്ലേ അതിനകത്ത് വന്നിട്ടുണ്ടായിരുന്നു? അല്ല, അതിന് മറ്റേ ബൈക്ക്, മരണക്കിണർ, സർക്കിളിലെ ആ സംഭവങ്ങൾ ഭയങ്കരമായിട്ട് എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നുണ്ടല്ലേ. ഈ യങ്ങർ വേർഷന് പുതിയ വേർഷനിലേക്ക് വരുന്ന സമയത്ത്, ലൈക്ക് എൽഡർ ക്യാരക്ടേഴ്സിലേക്ക് വരുന്ന സമയത്ത് ഭയങ്കര ഒരു മാറ്റം ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ നേരത്തെ അശോകൻ ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞ പോലെ തന്നെ ചെറുപ്പത്തിൽ ചെയ്തിട്ടുള്ള ക്യാരക്ടേഴ്സിന് ഭയങ്കരമായിട്ടുള്ള ഒരു ഇന്റേണൽ കോൺഫ്ലിക്റ്റ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഇപ്പം അപ്പയുടെ സ്വന്തം അപ്പൂസിൽ തുടങ്ങി ഇപ്പൊ പളുങ്കിലെ ക്യാരക്ടർ ആണെങ്കിലും അപ്പയുടെ സ്വന്തം അപ്പൂസിലേ ആയില്ല. അതല്ല, മറ്റേ എന്റെ വീട് ഒരു പേര് മാറിപ്പോയതാ. അത്രയും പ്രായമല്ല. എന്റെ വീട് അപ്പുവിന്റെ അതിലെ ക്യാരക്ടർ മുതൽ ഇപ്പൊ പണങ്കിലെ ക്യാരക്ടർ ആണെങ്കിലും ഇതിലൊക്കെ ഭയങ്കര കുട്ടിയുടെ ക്യാരക്ടർ ആണെങ്കിലും അതിന്റെ ഇമ്പാക്ട് ഭയങ്കരമായിട്ട് വരുന്ന ക്യാരക്ടേഴ്സ് ആണല്ലോ. ഇപ്പൊ നേരത്തെ ഞാൻ ചോദിച്ചതുപോലെ തന്നെ ആ സമയത്ത് കംപ്ലീറ്റ് ഡയറക്ടറിന്റെ നരേഷനിൽ തന്നെ പോകുന്ന ഒരു ആക്ടർ ആയിരുന്നു. മീൻസ് പടത്തിൽ ഞാൻ കുട്ടിയാണെങ്കിലും ശരിക്കും ഞാൻ +1 പഠിക്കുന്നതാണ്. കാണാൻ പക്ഷെ അത്രേ ഉള്ളൂ. അതെ, ഒരു 6ാം ക്ലാസ്സിൻ്റെ ഉള്ളൂ. അന്ന് എനിക്ക് തോന്നുന്നു കാളിദാസന് ഏതാണ്ട് 4ലോ 5ലോ പഠിക്കണം. ഞാനപ്പോൾ +1 ജോയിൻ ചെയ്യണ സമയമാണ്. പക്ഷെ കാളിദാസൻ ഞാനും ഒരേ ഹൈറ്റ് ആൻഡ് എന്നെക്കാളും തടിയുണ്ട് താനും കാളിദാസന്. അന്ന് കാണുമ്പോൾ അത്രേ ഉള്ളൂ. അപ്പം എന്നോട് ഈ പളുങ്കിലെ കേസാണെങ്കിൽ അതിൻ്റെ ഒരു ഓഡിഷൻ പോലെ ഉണ്ടായിരുന്നു. ഓഡിഷന് പറഞ്ഞ പോലെ ചെല്ലുമ്പോൾ എന്നോട് സൈക്കിള് മോഷ്ടിച്ച ഒരു പയ്യൻ്റെ അവൻ്റെ ഒരു പരുങ്ങലും പരിപാടിയും അതാണ് എന്നെ കൊണ്ടൊന്ന് ചെയ്യിപ്പിച്ചത്. അപ്പോൾ ഞാൻ എൻ്റെ അന്നത്തെ ഒരു ബോധം വെച്ചിട്ട് ഞാൻ എന്തൊക്കെയോ ചെയ്തു. അപ്പം തന്നെ ബ്ലസ്സി സാർ പറഞ്ഞു, ഇവൻ ഓക്കെയാണെന്ന് പറഞ്ഞ്. എന്നിട്ട് പിന്നെ ഷൂട്ടിനാണ് ചെല്ലണം. ഞാൻ ഷൂട്ടിന് ചെല്ലുമ്പോൾ കാണുന്നവർ ഇവനല്ല ക്യാരക്ടർ. അപ്പോൾ എല്ലാവരും എൻ്റെ അടുത്ത് ഇങ്ങനെ പറയണ്ട. അപ്പോൾ എനിക്ക് എന്നോട് എന്താ ഡീറ്റെയിൽ ഒന്നും പറഞ്ഞിട്ടുമില്ല. മമ്മൂക്കായിട്ട് കോമ്പിനേഷൻ ഉണ്ടെന്നൊക്കെ അറിയാം. ഓരോ ദിവസം ഓരോ സീനുകൾ ഇങ്ങനെ അഭിനയിച്ച് പോകുന്നു. ലാസ്റ്റ് ഈ കൊച്ചിനെ കൊല്ലണ സംഭവം വന്ന ദിവസമാണ് എന്നോട് പറയണം, നീ അപ്പോൾ ഇവിടെ വെച്ചിട്ട് ഇങ്ങനെ കൊച്ചിനെ വാവത്തി പിടിക്കുന്നു, അങ്ങനെയാണ് കൊച്ചു മരിച്ചു പോകുന്നൊക്കെ പറഞ്ഞു. ദൈവമേ, ഞാനൊന്ന് ചോദിച്ചു രവിയേട്ടനൊക്കെ ആയിട്ട് പിന്നെ ഏട്ടാ പരിചയപ്പെടുന്നതൊക്കെ. അപ്പോൾ ഞാനിട്ട് തമാശക്ക് ബ്ലസ്സി സാറിനോട് പറഞ്ഞു, സാർ അപ്പോൾ അന്ന് ഈ മറ്റേ മാഗസിൻ്റെ ആൾക്കാരൊക്കെ വരുന്ന സമയത്ത് ഞാൻ ബ്ലസ്സി സാറിനോട് പറഞ്ഞു, ഞാനിപ്പോൾ KP ഉമ്മറിനും TG രവിക്കും ശേഷം ഇനി ഞാനെന്ന് പറഞ്ഞിട്ടൊരു സാധനം കൊടുക്കാൻ പോണെന്ന് പറഞ്ഞു. തമാശക്ക് പറഞ്ഞ പുള്ളി പറഞ്ഞു, എടാ ചതിച്ചേക്കരുത്, ഈ പടത്തിന്റെ സസ്പെൻസാണ്, അത് മിണ്ടിപ്പോ വരുന്നിട്ടാണ്. ഞാൻ പറഞ്ഞ തമാശ മുന്നേ കേട്ടിട്ടുണ്ട് ഫസ്റ്റ് പടത്തിലെ ഫസ്റ്റ് ടേക്ക് ഓക്കെ ആക്കിയിട്ടുള്ള ആർട്ടിസ്റ്റ് ആണ്. അങ്ങനെ ഒരു പ്രിവിലേജ് ഉണ്ടായിട്ടുണ്ടോ? അത് ഈ പറഞ്ഞ പോലെ കൂട്ടത്തിൽ ആരാ ഡയലോഗ് പറയണേന്ന് ചോദിച്ചു നിഷാദ് ഖ, അതിൻ്റെ അസിസ്റ്റന്റ് ഡയറക്ടർ. അപ്പോൾ ഞാൻ അതിനു വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ചേക്കുന്ന ആളാണല്ലോ. എടാ നീ പറയൂലേ? ഞാൻ പറയാം. എന്നോട് ഇതാണ് സംഭവം പറയാം. TS രാജു എന്ന് പറഞ്ഞ ആക്ടറാണ്. പുള്ളി വന്ന് തല്ലുന്നൊരു സീനാണ്. പുള്ളിയുടെ ക്യാബിനിൽ നിന്ന് ജുവനൈൽ ഹോമിലെ പുള്ളിയുടെ ക്യാബിനിലെ സിഗരറ്റും ഒരു കുപ്പി മദ്യവും ആരാണ് എടുത്തതെന്ന് ചോദിക്കണം.
അപ്പം എന്നെ പിടിക്കുന്നു, തല്ലുന്നു, ഞാൻ കിടന്ന് കരയണം, ഞാൻ അല്ല സാറേ എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി പറയും ആദ്യത്തെ അടിക്ക് നീ അമ്മയെ വിളിച്ചു, ഇനി നീ അമ്മൂമ്മയെ വിളിക്കൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പേടി. അപ്പം ഇത് ആര് പറയുമെന്ന് ചോദിച്ചാൽ ഞാൻ പറയാമെന്ന് പറഞ്ഞു. ഞാൻ റിഹേഴ്സൽ കണ്ടപ്പോൾ സാറിന് ഇഷ്ടമായി, എന്നിട്ട് ടേക്ക് പോയി. അപ്പോൾ ഇതാണല്ലോ ഡിജിറ്റലായിട്ടില്ല, അന്ന് ഫിലിമിലാണ്. അപ്പോൾ ഫസ്റ്റ് ടേക്ക് തന്നെ ഓക്കെ. CB സാർ അവിടെ നിന്ന് എണീറ്റ് വന്നിട്ട് എനിക്കൊരു ഷെയ്ക്കാൻ്റെ തന്നെടുത്ത് എല്ലാവരും കൈയടിച്ചു. അത് വലിയൊരു സംഭവമല്ലേ അത്. അപ്പം എനിക്കപ്പോൾ നാഷണൽ അവാർഡ് കിട്ടിയ പോലെ സംഭവം. CB മലയിലാണ് വന്ന് ഷെയ്ക്കാൻ്റെ വന്നേക്കണം. ഭയങ്കര ഹാപ്പിയായി. പിന്നെ ആര് ലൊക്കേഷനിൽ വന്നു കഴിഞ്ഞാലും അപ്പം തന്നെ മറ്റേ പയ്യനെ വിളിക്കുന്നു പറഞ്ഞു തന്നെ. അപ്പം ഞാനപ്പം മിമിക്രിക്ക് എനിക്ക് അന്ന് സ്റ്റേറ്റിൽ ഫസ്റ്റ് കിട്ടിയിട്ട് പത്രത്തിൽ ഫോട്ടോ ഒക്കെ വന്നിട്ട് വെരി നെക്സ്റ്റ് വീക്കിലാകണ്ടാണ്. അതെ അതെ അതെ. അപ്പോൾ ജയറാമേട്ടൻ വന്നപ്പോഴത്തേക്കും ജയറാമേട്ടനെ പരിചയപ്പെടുത്തി. അപ്പോൾ ജയറാമേട്ടൻ എന്താണ് അവിടെ ചെയ്തത്, മിമിക്രി എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നു. അപ്പോൾ ജയറാമേട്ടൻ ചിരിക്കുമ്പോൾ ജയറാമേട്ടൻ മുഖമൊക്കെ ഇങ്ങനെ ചുമന്നു വരും. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. ജയറാമേട്ടൻ അപ്പം വേണുചേട്ടൻ, നെടുമുടി വേണുചേട്ടനുണ്ട് വേറെ ഒരു ക്യാരക്ടർ. പുള്ളി വരാൻ നേരത്ത് ജയറാമേട്ടൻ വിളിപ്പിക്കും, മറ്റേ അവനിങ്ങനെ വിളിക്കും, വിഷ്ണുവിനെ വിളിക്കുമെന്ന് പറയും. അത് ഞാൻ വരാൻ നേരത്ത് വേണുചേട്ടൻ്റെ മുമ്പിൽ മിമിക്രി ചെയ്യിപ്പിക്കും. അപ്പോൾ അടിപൊളി. പിന്നെ സലീമേട്ടൻ വരും. സലീംകുമാർ വന്നപ്പോൾ പുള്ളിയുടെ അടുത്ത് ഇതേപോലെ മിമിക്രി ചെയ്യിപ്പിച്ച്. സലീമേട്ടനായിട്ട് പിന്നെ ഒരു കോമ്പിനേഷനും ഉണ്ട് ആ സിനിമയിൽ. ഈ കാളിദാസിനെ പരിചയപ്പെടുത്തുന്ന ഒരു സീനുണ്ട്, മൂങ്ങാച്ചേട്ടൻ എന്നൊക്കെ മൊന്ത മോഷ്ടിച്ച ഒരു കഥയൊക്കെ പറയണം. അപ്പോൾ അങ്ങനെ പിന്നെ അതിലെ കുറേ സീനിൽ എന്നെ ഉൾപ്പെടുത്തി. അപ്പോൾ അവിടെ ഒരു ടോക്കായി, ഒരു ചെക്കൻ വന്നിട്ടുണ്ടാവും കൊള്ളാട്ടോ അതൊക്കെ പറഞ്ഞിട്ടൊരു അല്ല. ആക്ച്വലി അതിലൊരു ക്യാരക്ടർ ഉണ്ടായിരുന്നു, അത് വേറെ അരുൺ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് രാജേഷ് മേനോന്റെ ബ്രദറാണ്. അപ്പോൾ അരുണിനെ ഓൾറെഡി കാസ്റ്റ് ചെയ്തിരുന്നു. അപ്പോൾ ആ ക്യാരക്ടറിന് വേണ്ടിയിട്ട് ഇങ്ങനെ തിരയുന്ന സമയത്താണ് എന്നോട് ചെല്ലാൻ പറഞ്ഞത്. ഞാൻ ചെല്ലുമ്പോൾ ഓൾറെഡി അരുണിനെ ഫിക്സ് ചെയ്തു. അപ്പോൾ എന്നോട് ഈ നിഷാദൊക്കെ പറഞ്ഞ് നീ ഒരു പണി ഈ കൂട്ടത്തിൽ നിന്നു എന്ന് പറഞ്ഞു. അപ്പോൾ കുറേ ജൂനൈൽ ഹോമിൽ കുറേ പിള്ളേർ വേണം, ആ കൂട്ടത്തിൽ ഞാനും അങ്ങനെ നിന്നു. അതിൻ്റെ ഇടയിൽ നിന്ന് ഇങ്ങനെ ഒരു ഡയലോഗ് ആര് പറയുമെന്ന് ചോദിച്ചെടുത്താണ് നമുക്കൊരു സ്പേസ് കിട്ടുന്നത്. അതൊരു നിയോഗമാണ്. അത്രയും പേര് വേറെ ആരെയും വിളിക്കാൻ വരുന്നല്ലോ അല്ലേ. അത് പറയാനും ഒരാളുടെ ടാലൻറ്റ് പുറത്ത് കൊണ്ടുവരാനുള്ള ഒരു സന്ദർഭമായിട്ട് അത് ആ അവസരം ഉണ്ടായി അല്ലേ. അതെ, സത്യം സത്യം. പിന്നെ അവിടുന്ന് ഇങ്ങോട്ട് ഒരുപാട് സിനിമകൾ വന്നു, ഡയറക്ടറായി, റൈറ്ററായി, പിന്നെ ഒരുപാട് ഓപ്ഷൻസ് ലൈക്ക് സിനിമയിലെ പല മേഖലകളിലേക്കും സ്പ്രെഡ് ആയിട്ട് പോകുന്ന ഒരു അവസരമുണ്ട്. ഈ പറഞ്ഞ പോലെ തന്നെ ലെജൻഡറി ഡയറക്ടേഴ്സിന്റെ കൂടെയുള്ള ഒരു യാത്രയല്ലേ, അതാണോ പിന്നീട് ഈ പാഷനിലേക്ക് അല്ലെങ്കിൽ ഡയറക്ഷൻ അല്ലെങ്കിൽ എഴുത്ത് എന്നുള്ള ഇതിലേക്ക് കൊണ്ടുവന്ന് എത്തിക്കുന്നത്? അല്ല, എനിക്ക് അഭിനയിക്കുക എന്നുള്ളത് അത് മാത്രമായിരുന്നു നമ്മുടെ കുഞ്ഞുനാൾ മുതലുള്ള ആഗ്രഹം. അത് ആ ഒരു ആഗ്രഹത്തിൻ്റെ ഒരു ഇൻറ്റൻസിറ്റി കൊണ്ടായിരിക്കും ചിലപ്പോൾ നേരത്തെ ചേട്ടൻ പറഞ്ഞ പോലെ കറക്റ്റ് അവിടെ കറങ്ങി തിരിഞ്ഞ് അവിടെ വരാനും. നമ്മൾ ഇത്ര ആഗ്രഹിക്കണോണ്ടായിരിക്കും ഒരു ഡയലോഗ് വന്നപ്പോൾ പെട്ടെന്ന് നമ്മളെ കൊണ്ട് പറയിപ്പിക്കാനും അതൊക്കെ പ്രകൃതി ഒരുക്കി തന്ന പോലെ അത് കഴിഞ്ഞും നമുക്ക് അഭിനയിക്കാൻ വേണ്ടിയിട്ട് നമ്മളോട് എഴുതാൻ പറഞ്ഞപ്പോഴാണ് ഞാനും ബിബിനും ചേർന്ന് ഞങ്ങൾക്ക് വേണ്ടി തന്നെ ഞങ്ങളെ വെച്ചിട്ട് ഒരു സ്ക്രിപ്റ്റ് എഴുതുന്നത്. അല്ലാതെ ഒരിക്കലും നമ്മൾ എഴുതാനായിട്ട് ചിന്തിക്കുക പോലുമില്ല. അഭിനയിക്കുക, ഏതെങ്കിലും പടത്തിൽ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ആരെങ്കിലും ഒക്കെ വിളിക്കും, അതിൽ പോയൊരു സീൻ പോയി അഭിനയിക്കുക. മായാവി, രാപ്പകൽ, കഥ പറയുമ്പോൾ, അങ്ങനെ കുറേ സിനിമകളിൽ ഞാൻ ഓരോ സീൻ വെച്ചിട്ട് അഭിനയിച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ വിളികൾ വന്നുകൊണ്ടിരിക്കുമെന്നാണ് എൻ്റെ വിചാരം. പക്ഷെ അത് വർഷത്തിലൊരു സിനിമയിലൊരു സീനൊക്കെ ആയിരിക്കും വരണത്. പക്ഷെ അത് തിയേറ്ററിൽ വരുമ്പോൾ നമുക്ക് അഭിപ്രായം കിട്ടും, തിയേറ്റർ നല്ല ശരിയാണ്, അപ്പോൾ ഞാൻ ഹാപ്പിയാണ്. അപ്പോൾ ഇത് ഇനിയിപ്പോൾ നമുക്ക് വലിയ റോള് വരുമായിരിക്കും, ഇങ്ങനെ വെയിറ്റിംഗ് ആണ്. അല്ലാണ്ട് ഞാൻ അതിനു വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല, എനിക്ക് അറിയാനും പാടില്ല. പിന്നെയാണ് ഈ നൗഫലൊക്കെ പറയണത്, നിങ്ങൾ വെച്ചിട്ടൊരു സാധനം നിങ്ങൾ എഴുത്. അപ്പം ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞപ്പോഴാണ് നമ്മൾ നായകന്മാരാക്കിയിട്ടൊരു പരിപാടിയൊക്കെ എഴുതി. അതാണ് അത് തമ്മനെ കൊണ്ട് തീരുമാനമാണ്, നമ്മളോട് സ്വയം വിചാരിക്കാൻ പറ്റില്ല. അങ്ങനെ റോൾ ചെയ്താൽ ഈ റോൾ തന്നെ ചെയ്ത് പോകാൻ വിചാരിച്ചാൽ ഒരിക്കലും സിനിമയിൽ അത് പറ്റുന്ന കാര്യമില്ല. അത് നമ്മളോട് മനസ്സിൽ വിചാരിച്ച് വേറൊരു രീതിയിൽ നമുക്ക് ഒരു കാൽവെപ്പ് നടത്തണം എന്ന് വിചാരിച്ചാൽ തീർച്ചയായിട്ടും അങ്ങനെ ഒരു ആഗ്രഹമുണ്ടെങ്കിൽ നടക്കും. അതാണ് ഇവരുടെ എൻ്റെ ഒരു സക്സസ് എന്ന് പറയുന്നത്. ശരിയല്ലേ? അതെ, സത്യം. അങ്ങനെ ഒരു സീന് 2 സീന് മാത്രം ചെയ്ത് പോയിരുന്നെങ്കിൽ നമ്മൾ കിട്ടുന്നതല്ല അതൊരു അനുസരണയോടെ പോയി ചെയ്തിരുന്നെങ്കിൽ ഒരു പക്ഷേ ഒരു ആക്ടർക്കും ഒരാഗ്രഹം ഉള്ള ടാലൻ്റുള്ള ഒരാൾക്കും നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കില്ല എന്നാണ് വ്യക്തമായിട്ടൊരു മലയാള ഭാഷയിൽ പറഞ്ഞാൽ. ശരിയല്ലേ? കറക്റ്റല്ലേ? ആശോട്ടൻ്റെ ക്യാരക്ടേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം ഒരു വില്ലനായിട്ട് വന്നിട്ടുണ്ട്, ഹ്യൂമർ ചെയ്യുന്ന അപാരമായിട്ട് ഹ്യൂമർ ഹാൻഡിൽ ചെയ്യുന്ന ക്യാരക്ടേഴ്സ് വന്നിട്ടുണ്ട്, അതേസമയം സഹതാരമായിട്ട് നിന്നിട്ടുണ്ട്. ഈ പലതരത്തിലുള്ള ക്യാരക്ടേഴ്സായിട്ട് പല ത്രില്ലർ ആണെങ്കിലും ഹ്യൂമർ ആണെങ്കിലും റൊമാൻസ് ആണെങ്കിലും ഇത്തരം എല്ലാ മേഖലകളിലേക്കും സ്പ്രെഡ് ചെയ്യാനുള്ള ശ്രമങ്ങൾ ഉണ്ടായിട്ടുണ്ടല്ലോ.
അപ്പൊ അതെല്ലാം ഇത്ര മനഃപൂർവ്വമായിട്ടുള്ള ശ്രമങ്ങളാണ് എല്ലായിടത്തും ഇങ്ങനെ പരീക്ഷിക്കണം എക്സിസ്റ്റൻസിന് വേണ്ടിയിട്ട് എന്നുള്ള. അത് കുറച്ച് പരീക്ഷിക്കാതെ പറ്റത്തില്ല, പരീക്ഷണം കുറച്ച് വേണം. പരീക്ഷണമില്ലാതെ പറ്റും. നമ്മൾ ചിലത് നമുക്ക് താല്പര്യമുള്ളത് ചിലത് നമ്മൾ ചെയ്യുക, താല്പര്യമില്ലാന്ന് മുമ്പൊന്നും സിനിമയിൽ ഞാൻ വരുന്ന സമയങ്ങളിലൊന്നും അങ്ങനെ ഒരു ചിന്ത വാസ്തവത്തിൽ ഇല്ലായിരുന്നു. അന്ന് സിനിമയെ കുറേ വരുന്ന പടങ്ങളിൽ എന്തെങ്കിലും വന്ന് പോയി അഭിനയിക്കണം എന്നുള്ളതാണ്. അങ്ങനെ കുറേ സിനിമയിൽ പോപ്പുലാരിറ്റി കിട്ടണം എന്നൊരു ചിന്ത പണ്ടുണ്ടായിരുന്നു. പിന്നീട് അങ്ങനെയില്ല, നമുക്ക് ഇഷ്ടം തോന്നുന്നത് ഇപ്പോൾ എൻ്റെ ഒരു ചിന്താഗതി ഞാൻ പറഞ്ഞത്, എനിക്ക് ഇഷ്ടമുള്ളത് മാത്രമേ ചെയ്തു, എനിക്ക് താല്പര്യമായിട്ട് തോന്നുന്നത് ചെയ്യില്ലാത്തത് അത് മാറ്റാറുണ്ട്. താല്പര്യം എന്ന് പറഞ്ഞാൽ ഒഴിഞ്ഞു പോകാറുണ്ട്. കുറേ നമ്മൾ ഇപ്പോഴാണെങ്കിലും പിന്നെ അന്നത്തെ സിനിമ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഒരുപാട് കുറേ വ്യത്യാസമുണ്ടല്ലോ. പിന്നെ അന്ന് കൂടുതൽ കിട്ടിയിരിക്കുന്ന കഥാപാത്രങ്ങൾ എന്ന് പറഞ്ഞാൽ നല്ല കുറേ വേഷങ്ങളായിരുന്നു, സാമാന്യം നല്ല വേഷങ്ങളായിരുന്നു അന്ന്. ആദ്യ പടമാണെങ്കിലും ശരി, അങ്ങനെയുള്ള പത്മരാജൻ, ഭരതൻ, കെ ജെ ജോർജ്, മോഹൻ, ഇവരുടെയൊക്കെ പടങ്ങളിൽ നല്ല അടൂർ ഗോപാലകൃഷ്ണൻ, ആ ഒരു ഇമേജ് അങ്ങനെ കുറച്ച് നല്ല എന്ന് പറയുന്ന കഥാപാത്രം കിട്ടിക്കൊണ്ടായിരിക്കാം ഇപ്പോഴും നിന്ന് പോകുന്നത്. അല്ല അതുകൊണ്ടൊക്കെ വളരെ ലളിതമായി അല്ല, അത് പ്രത്യേക സിനിമയിലെ കാര്യം നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? ഇങ്ങനൊരു അനുഭവം, അങ്ങനെ ഒരു സ്റ്റാൻഡ് അല്ലെങ്കിൽ അങ്ങനെ അന്നൊരു കുറ്റി അടിച്ച് വെച്ചുകൊണ്ടാണ് അത് നിൽക്കുന്നത്, വേറൊന്നുമില്ല. അപ്പോൾ ആദ്യം അങ്ങനെയുള്ള ഈ പറയുന്ന പോലുള്ള ഗുണമില്ലാത്ത ക്യാരക്ടർ ചെയ്തിരുന്നെങ്കിൽ ഒരു പക്ഷേ നമ്മുടെ ഇപ്പം ഇത്രയും വർഷമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കാനേ പറ്റില്ല, ഇന്ന് നിലനിൽപ്പോൾ നമുക്ക് പറയാൻ പറ്റത്തില്ല. അതാ ഒരു അടിസ്ഥാനം അത് തന്നെയാണ്. എഴുത്തുകാരും സംവിധായകരും തന്നെയാണ് പിന്നെ ആക്ടേഴ്സിനെ വളർത്തുന്നതും. അതെ, തീർച്ചയായിട്ടും അവർക്കറിയാൻ പറ്റും ഒരു ആക്ടറെ കൊണ്ട് എങ്ങനെ ചെയ്യിപ്പിക്കുന്നത്, അയാൾക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും എന്നൊക്കെ ഒരു ഡയറക്ടർക്കും എഴുത്തുകാർക്കും അറിയാൻ പറ്റുള്ളൂ. അത് ടാലൻ്റ് ഉള്ളവർക്ക്, എല്ലാവരും നമുക്ക് അങ്ങനെ പറയാൻ പറ്റുമോ? ഒരുപാട് ടാലൻ്റ് ഉള്ളവർക്കൊക്കെ അത് അറിയാൻ പറ്റുമോ? ഇപ്പൊ റീസെന്റ് ഉള്ള സിനിമകൾ തന്നെ എടുത്തു കഴിഞ്ഞാൽ മാസ്റ്റർ പീസ് എന്ന് പറയുന്ന മൂവിയിലെ അച്ഛന്റെ ക്യാരക്ടർ, അത് നമ്മൾ ഒട്ടും എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പ്രത്യേകിച്ച് അശോകേട്ടൻ അങ്ങനെ ഒരു ക്യാരക്ടറിനെ പുൾ ഓഫ് ചെയ്യും അല്ലെ ഏറ്റെടുക്കും എന്നുള്ളത് ഒട്ടും ഇമാജിൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. വളരെ രസകരമായിട്ടാണ് അല്ലെ, തമാശകളാണെങ്കിലും കോമ്പിനേഷൻ സീനുകളൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അത് നല്ല പവർഫുൾ ക്യാരക്ടർ അത്. അതേസമയം അതിലത്തെ കേന്ദ്ര കഥാപാത്രങ്ങൾ അത് പറയാം. ഞാനും രഞ്ജി പണിക്കരും ഒക്കെ കേന്ദ്ര കഥാപാത്രങ്ങൾ. ഒരു സൈഡിൽ ഷർഫുദ്ദീൻ അവരുണ്ട് ഹീറോയിന്. ഇത് സെൻട്രൽ ക്യാരക്ടേഴ്സാണ് വാസ്തവത്തിൽ. ഒരു വൃത്തികെട്ടവനായിട്ടാണ് ക്യാരക്ടർ വാസ്തവത്തിൽ, മഹാവൃത്തികെട്ടൻ ക്യാരക്ടർ അത്. കാരണം ഒന്നിനും ഒരു കോംപ്രമൈസും തകരാത്തൊരു ക്യാരക്ടർ. പാട്ടെന്ന് പറഞ്ഞാൽ ഭയങ്കര വെറുപ്പുള്ള ക്യാരക്ടർ. ഭാര്യ പാട്ടുകാരിയാണ്, പാട്ട് ഇവിടെ ചെയ്യുമ്പോൾ കേൾക്കരുത്, മിണ്ടരുതെന്ന് പറയും. എൻ്റെ നമ്മുടെയൊക്കെ ശരിക്കും സ്വഭാവത്തിന് ഓപ്പോസിറ്റ് ഒരു ക്യാരക്ടർ അത്. അത് പാട്ടെന്ന് പറഞ്ഞാൽ ഭയങ്കര നടന്ന ആളാണ്. അങ്ങനെ ഒന്നിനും കോംപ്രമൈസ് ചെയ്യാത്ത ഒരു മുരടനായ ഒരു വൃത്തികെട്ട ക്യാരക്ടർ വാസ്തവത്തിൽ അത്. അങ്ങനെ അല്ല, ഒരു പനനാണെന്ന് പറയാം, അതാണ് ക്യാരക്ടർ. അല്ല, കുറച്ച് അത് ട്രീറ്റ് ചെയ്തിരിക്കുന്നൊക്കെ തീർച്ചയായിട്ടും തന്നെ അതിൻ്റെ സ്ക്രിപ്റ്റ് റൈറ്ററും ഡയറക്ടറും ഒക്കെ പിന്നെ അവരോട് സഹായിച്ചിട്ടുണ്ട്. അവരുടെ വലിയൊരു ഇതിനകത്ത് ഒരു സപ്പോർട്ട് തീർച്ചയായിട്ടും ഉണ്ട് അതിനകത്ത്. അവിടുന്ന് നേരെ വരുന്ന കിഷ്കിന്ധാകാന്ഡത്തിലെ പോലീസുകാരനായിട്ടാണ്. അവിടുന്ന് നേരെ ഒരു ഹ്യൂമറിന്ന് നേരെ ഷിഫ്റ്റ് ആയിട്ട് കുറച്ച് സീരിയസ് ക്യാരക്ടറാണ്. അതുപോലെ പേരില്ലൂരില് പേരില്ലൂര് നല്ല ക്യാരക്ടറായിരുന്നു. അത് നല്ല ക്യാരക്ടറായിരുന്നു. തോറ്റാലും ഒരു വിഷയമില്ല, ഒരു പ്രശ്നമില്ല. അടുത്താണോ തോറ്റാ സന്തോഷമാണ്, ഒരു പ്രശ്നവുമില്ല. അതും അതിൻ്റെ ഡയറക്ടറും സ്ക്രിപ്റ്റും ഭയങ്കര സപ്പോർട്ടീവായിരുന്നു. ഇതുപോലെ തന്നെ അത് കൃഷ്ണ ബാഹുലും പിന്നെ ദിലീജിത്തും, മറ്റേത് പിന്നെ പ്രവീണും ദീപും. ആദ്യത്തെ 2 ട്രോളിലാണെന്ന് തോന്നുന്നു, സൈലന്റ് ആയി പോയെന്ന് തോന്നുന്നു. എല്ലാം കേക്കാണ്, കേൾക്കുമ്പോ ഇങ്ങനെ എല്ലാം മനസ്സിൽ കാണുന്നുണ്ട്, അത് ഇങ്ങനെ ഇരിക്കുന്നത്. നിഷാൻ സാഗർ എന്ന് പറയുന്ന പേര് കേൾക്കുമ്പോൾ ഇപ്പോഴും ആളുകൾ പെട്ടെന്ന് കണക്ട് ചെയ്യുന്ന ഒരു പാട്ട് വിരൽ തൊട്ടാൽ ആയിരിക്കും. അതിൽ ആ പാട്ടും ആ സിനിമയും ആ സമയത്ത് നമ്മൾ നേരത്തെ പറഞ്ഞ വില്ലൻ ക്യാരക്ടേഴ്സിന് ഒരു മാറ്റം തന്നിട്ടുള്ളായിരുന്നു. മമ്മൂക്കയുടെ കൂടെ ഉള്ള ഒരു കോമ്പിനേഷൻ സീനും അതിന്റെ ഒരു എക്സ്പീരിയൻസ്, ഇത് പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടാണ് എടുത്ത് ചോദിക്കുന്നത്. അത് ആ സമയത്ത് സത്യം പറഞ്ഞാല് ആ പാട്ട് അത്രയും ആളുകള്
കേട്ടിട്ടുണ്ടെന്നും ആളുകൾ അത് അത്രയും കേട്ടിട്ടുണ്ട് എന്നൊന്നും കേൾക്കുന്നുണ്ടെന്നൊന്നും ആ സമയത്ത് അറിയുന്നില്ല. സത്യം പറഞ്ഞാൽ അത് ഈ ഒരു സമയത്താണ് ഇത്രയും സോഷ്യൽ മീഡിയക്ക് ഇത്രയും സജീവമായപ്പോഴാണ് ഇതിനെപ്പറ്റി അതെ ഇതിന്റെ ഇത്രയും വ്യൂസും അതിൽ കമന്റ്സും അതിനെപ്പറ്റിയൊക്കെ അറിയുന്നത് ഇപ്പോഴാണ്. അതെ ആ ഒരു സമയത്ത് അതെ അങ്ങനെ ഒരു പരിപാടി ചെയ്തു, അത്യാവശ്യം അതെ ഏറ്റായിരുന്നു എന്നൊക്കെ അറിയാമെന്നല്ലാണ്ട് ഇപ്പൊ അതെ എല്ലാം ഇങ്ങനെ കഴിഞ്ഞിങ്ങനെ ഓർമ്മകളാണ്. അന്നേരം ഒട്ടും എൻജോയ് ചെയ്യാൻ പറ്റില്ല, കുറെ കഴിഞ്ഞിങ്ങനെ ആലോചിക്കുമ്പോഴാണ് എല്ലാത്തിന്റെയും ഭംഗി കൂടും. ഇപ്പൊ ഈ സോഷ്യൽ മീഡിയയിൽ പെട്ടെന്ന് തന്നെ ഒരു ഫീഡ്ബാക്ക് കൂടെ വരുന്നുണ്ടല്ലോ. ഇപ്പൊ മകള് പുതിയ നായികയായിട്ട് വരുന്നു, എപ്പോഴെങ്കിലും ആൾക്ക് എന്തെങ്കിലും ഉപദേശിക്കാനൊക്കെ വന്നിട്ടുണ്ടോ? കേൾക്കില്ലാത്തോണ്ടാണോ പറയില്ല എന്നുള്ള ഒപ്പീനിയൻ? ഇല്ല, അവരുണ്ട്. അതെ എനിക്ക് ഉപദേശിക്കണേ നമുക്ക് എന്തെങ്കിലുമൊക്കെ അറിയാമെങ്കിൽ മര്യാദ പുരുഷോത്തമൻ നന്മ വരും. അവരെടുക്കുന്ന സത്യം പിള്ളേരെടുക്കുന്നല്ലേ നമുക്കിപ്പോ, അവരെടുക്കുന്നൊക്കെ എന്തെങ്കിലും നമുക്ക് കിട്ടുമോ നോക്കിയാ നമ്മളെ ഓക്കെ. ഇപ്പൊ അപൂർവ പുത്രന്മാരാണ് പുതിയ വിശേഷം. സിനിമ ഇതുപോലെ തന്നെ പേര് പോലെ തന്നെ ആളുകളെ പെട്ടെന്ന് ഹുക്ക് ചെയ്യട്ടെ, ആളുകൾക്ക് നല്ലൊരു എക്സ്പീരിയൻസ് കൊടുക്കാൻ സാധിക്കട്ടെ. തീർച്ചയായിട്ടും കാണും. താങ്ക് യു സോ മച്ച് ഫോർ ദിസ് കോൺവെർസേഷൻ. താങ്ക് യു. താങ്ക് യു.